ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ ചെന്നൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുനെൽവേലിയിൽ നിന്ന്. ഞാൻ മാത്രമല്ല കേട്ടോ, ശബരിയുണ്ട്, മോനും ഉണ്ട് കേട്ടോ. അപ്പം എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജനുവരി 2, 2026 ഒരു മെഗാ മോഹിനിയാട്ടം പ്രോഗ്രാം വന്നിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ചെന്നൈയിൽ കേട്ടോ. അപ്പം അതിൻ്റെ ഫസ്റ്റ് റിഹേഴ്സലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. 250 ഡാൻസേഴ്സ് പെർഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാനെന്ന് വെച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. അപ്പം ബസ്സായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. ട്രെയിൻ കിട്ടിയില്ല, ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ലാസ്റ്റ് മിനിറ്റായിരുന്നു. ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാണ്, പിന്നെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് പറ്റിയതാണ്. എവിടെ പോവാ? ചെന്നൈ. എന്തിനാ പണി? ഡാൻസ് ചെയ്യാ. അപ്പോൾ പോണ വഴിക്ക് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് നമുക്ക് വല്ല ചായയോ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനു വേണ്ടി സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് കംഫർട്ടബിൾ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ട്രെയിന് സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മോർണിംഗ് ഒരു 8 o'clock ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോരൂർ ടോൾ ഗേറ്റിൽ എത്താറായി. അവിടെയായിരുന്നു സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കൂടിയിട്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളവിടെ എത്തും കേട്ടോ. അപ്പം ഞാനിപ്പം ടോൾ ഗേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. സോ വെയിറ്റിംഗ് ഫോർ ദം. അപ്പോൾ അവിടുന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കേട്ടോ അവർ വീട്ടിലേക്ക്. അപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് കേട്ടോ. ചേട്ടൻ വെളിയിൽ പോയേക്കാണ്. അപ്പം ഇതാണ് ഫ്രണ്ടിൻ്റെ മക്കൾ. ഒരാൾ 5th ഒരാൾ LKG ആണ് കേട്ടോ പഠിക്കുന്നത്. കുഞ്ഞു മക്കളാണ്. അപ്പം നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് ചില്ലൊക്കെ ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ കറക്റ്റ് ടൈമിലേക്ക് എത്തിയില്ലായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിലേക്ക് എത്തിയില്ല. നമ്മൾ ചെന്നപ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മുടെ കൂടെ ഒരു 3-4 പാർട്ടിസിപ്പൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഏകദേശം എഗ്മോറിന് അടുത്തായിട്ടുള്ള ഒരു സ്കൂളിലായിരുന്നു കേട്ടോ. ആശാൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലായിരുന്നു നമുക്ക് പ്രാക്ടീസ് വെച്ചിരുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അവിടുത്തെ ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. 250 ഡാൻസേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഏകദേശം സ്കൂളിലോട്ട് എത്തി. ഇതാണ് കേട്ടോ ആശാൻ മെമ്മോറിയൽ സ്കൂള്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എത്തിയപ്പോൾ തന്നെ ഒരു 30-40 മിനിറ്റ് ലേറ്റായിരുന്നു കേട്ടോ. അവർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ എന്തോ വഴക്കൊന്നും പറഞ്ഞില്ല, അതും കൂടെ വേണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളും അത്യാവശ്യം പേടിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോയത്. ഫാസ്റ്റായിട്ട് നടന്ന് ഓടിയിട്ടാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെന്നപ്പോൾ തന്നെ ജോയിൻ ചെയ്തു. ഈ ഒരു പ്രോഗ്രാം ചെന്നൈയിൽ നടക്കുന്നത് ആക്ച്വലി ഇത് ഫസ്റ്റ് റിഹേഴ്സലാണ്. ആക്ച്വലി പ്രോഗ്രാം നടക്കുന്നത് ജനുവരി 2, 2026 കേട്ടോ. മാർഗഴി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. 250 മെമ്പേഴ്സോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ബിന്ദു മാമാണ് ഇത് വന്നിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. കേരള സമാജത്തിൻ്റെയൊക്കെ കോർഡിനേറ്ററാണ് കേട്ടോ. പിന്നെ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്ന പ്രശസ്ത മോഹിനിയാട്ടം ഡാൻസറായിട്ടുള്ള ശ്രുതി ശോഭി മാമാണ് കേട്ടോ എല്ലാം ചെയ്തു തരുന്നത്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. റിഹേഴ്സലിന് തന്നെ ഉണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി പാർട്ട് എല്ലാവർക്കും കറക്ഷൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ലാസ്റ്റ് വരെയും 2.5 hours മാം നിന്നിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. റെസ്റ്റ് പോലും എടുക്കാണ്ട് അത്രയും പാർട്ടിസിപ്പൻസിനെയും മാമായിരുന്നു ട്രെയിൻ ചെയ്ത് കറക്ഷൻ ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ. ഇനി അടുത്ത 3 ആഴ്ചകളായിട്ട് ഇതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഇഫ് എനി ക്ലാസിക്കൽ ഡാൻസേഴ്സ്, മോഹിനിയാട്ടം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു ക്ലാസിക്കൽ ഡാൻസ് ബേസുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പം മിസ് ചെയ്യാണ്ടിരിക്കുക. ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാനും മോനും കൂടി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ. ബസ് ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ബസ് ഏകദേശം 45 മിനിറ്റ്സോളം ലേറ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുഞ്ഞും കൂടി തിരിച്ച് തിരുനെല്ലിയെത്തി. അപ്പം ഈ ഒരു വ്ളോഗ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ, ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.